അങ്ങനെ നമ്മുടെ സത്സറിലെ ക്യാമ്പ് കഴിഞ്ഞ് മോർണിംഗ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് നൂഡിൽസാണ്. നൂഡിൽസ് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നൂഡിൽസ് കഴിച്ച് ബാഗെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഇനി പോകാനുള്ളത് അത്യാവശ്യം റോക്കി ആയിട്ടുള്ള ഒരു ട്രെയിനിലൂടെയാണ് പോകേണ്ടത്. അത് അത്യാവശ്യം നല്ല കല്ലുകൾ പതിച്ചിട്ടുള്ള കല്ലുകൾ ഉരുണ്ടിറങ്ങിയിരിക്കുന്ന ഇതിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ട്രെയിൽ വരുന്നത്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്, കുറച്ച് സ്റ്റീപ്പുമാണ്. അത് മാത്രമല്ല ഒത്തിരി അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ട്രെയിലും കൂടിയാണ് ഇന്ന്. ഈ താഴെ കാണുന്നതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത താഴ്വര എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇനി പോകാൻ നിൽക്കുന്നത് ഗ്യാങ്ബാൽ എന്ന് പറഞ്ഞ ഒരു ട്വിൻ ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് KGL ട്രെക്കിലെ ഏറ്റവും അവസാനത്തെ ക്യാമ്പിംഗ് ഏരിയയാണ് ഗ്യാങ്ബാൽ എന്ന് പറയുന്നത്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. കുന്നിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ ഒരു ടോപ്പ് വ്യൂവും കൂടി കിട്ടും നമുക്ക്. ഈ ട്രെക്കിലെ ഏറ്റവും വലിയ ലേക്കാണ് ഗ്യാങ്ബാൽ എന്ന് പറയുന്നത്. വലിയത് മാത്രമല്ല, ട്വിൻ ലേക്കാണ്. 2 ലേക്കുകൾ കൂടിച്ചേരുന്ന, 2 തടാകങ്ങൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലമാണത്. കാണാൻ നല്ല ഭംഗിയുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇന്ന് പോകുന്നത്. എല്ലാ ദിവസത്തെ പോലെ വ്യത്യസ്തമായ ട്രെയിലാണ് ഇന്ന്. കാരണം എന്ന് വെച്ചാൽ ഈ കണ്ടില്ലേ, കംപ്ലീറ്റ് കല്ലുകൾ ഇങ്ങനെ ഒഴുകി ഇറങ്ങിയ, അതായത് പണ്ടെപ്പോഴും മല ഇടിഞ്ഞ് വന്നൊരു കല്ലിൻ്റെ ബാക്കിയാണത്. പക്ഷെ അതിലൂടെ വേണം നമുക്ക് പോകാൻ. ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു ട്രെക്കിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസമാണ് നമുക്ക് കയറി ഇറങ്ങാനുള്ളത്. ഈ ഒരു മല കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇനി മല കയറാനോ സ്റ്റീപ്പൊന്നുമില്ല, ഇറക്കം മാത്രമേ ഉള്ളൂ. നമ്മൾ തിരിച്ച് നാരംഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഗ്യാങ്ബാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവുക. ഈ ട്രെയിനിലേ ഇവനെ കണ്ടോ, ഈ പയ്യനെ കണ്ടോ? ഇവൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നതാണ്. ഇവൻ എത്ര വയസ്സുണ്ടെന്ന് അറിയില്ല, എന്തായാലും ഒരു 10 വയസ്സ് താഴെയുള്ളൂ എന്ന് തോന്നുന്നു. അച്ഛൻ കംപ്ലീറ്റ് ഈ ട്രെയിനിൽ ഒറ്റയ്ക്ക് നടന്നു വരിക. അതായത് ഇവൻ്റെ ഫാമിലി അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. എങ്കിലും ഇവനെ എടുക്കാനോ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും കാര്യങ്ങൾ ഇവനിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യാനുണ്ടായിരുന്നു ഇവൻ. കംപ്ലീറ്റ് ഈ ട്രെയിൻ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് കയറുന്ന സമയത്ത് അവനൊക്കെ വളരെ കൂളായിട്ട് കാമായിട്ട് കയറിക്കൊണ്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടായിരുന്നു അവൻ കയറിയിട്ടുണ്ടായിരുന്നത്. എല്ലായ്പ്പോഴും തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു കുന്നിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പതിവ് പോലെ ഒരു ചെറിയൊരു കടയുണ്ടാവും. ആ കടയിൽ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കാം. അതുപോലെ അവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ കട കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് ബേക്കിൽ കാണുന്ന ഒരു കുന്നും കൂടി കയറി ഇറങ്ങാനുണ്ട്. അത് കയറി ഇറങ്ങിയാലാണ് നമുക്ക് ക്യാമ്പ് സൈറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അവിടെ ആ കുന്നിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഗ്യാങ്ബാലിൻ്റെ അല്ലെങ്കിൽ ഗ്യാങ്ബാല ലേക്കിൻ്റെ ഒരു അടാര വ്യൂ നമുക്ക് കിട്ടാനുണ്ട്. ഈ ട്രെയിനിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇത് ഇവിടെയാണ്. അതായത് നമ്മൾ ആ കല്ല് പതിച്ച റോഡിലൂടെ കഷ്ടപ്പെട്ട് കയറി വന്നിട്ട് ഈ ഒരു ടേബിൾ ടോപ്പിൽ എത്തിയിട്ട് നമ്മൾ താഴേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ആ ട്വിനിലേക്ക് കാണുന്ന ഒരു സീനുണ്ട്. ആ 2 നീല തടാകങ്ങളും മേഘങ്ങൾക്കിടയിലൂടെ കാണുന്ന ഒരു കാഴ്ചയാണ്. അതിൻ്റെ ബാക്കിലൊരു മഞ്ഞുമലയും കൂടി ഉണ്ട്. അതും കൂടി ഉള്ളതുകൊണ്ട് അത് കാണുമ്പോഴുള്ള ഒരു കാഴ്ച ഉണ്ടല്ലോ, അത് ഈ ട്രെയിൻ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് നടന്നു വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആ ഒരു ക്ഷീണം ഒന്നും നമ്മളെ അറിയിക്കില്ല. അതൊരു അത്രയ്ക്കും ഭംഗിയുള്ളൊരു സീനറിയാണ്. അതിങ്ങനെ അവിടെ തന്നെ നോക്കി നിന്നു പോകും നമ്മൾ. ഈ താഴെ കാണുന്ന താഴ്വരയിലാണ് ഇന്നത്തെ ക്യാമ്പ് സ്റ്റേ വരുന്നത്. അതായത് നമ്മളിപ്പോൾ കണ്ട ആ ട്വിൻ ലേക്കില്ല, അതിൻ്റെ ഒരു തടാകത്തിൻ്റെ കരയിലാണ് നമ്മൾ ഇന്ന് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അങ്ങോട്ടേക്കുള്ള ഇറക്കം ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നമുക്ക് കയറുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇറങ്ങി പോകുന്നത്. അതൊരു എന്താ പറയുക, കാലിന് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ തരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഈ ഇറക്കം ഇറങ്ങുന്ന മല കയറി ഇറങ്ങുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊരു ഇച്ചിരി റിസ്ക് പിടിച്ച ഏരിയ. ഇത് നമുക്കിത് ഈ കല്ല് ഒഴുകി ഇളകി കിടക്കുന്ന ഈ സ്ഥലത്തൂടെ വേണം നമുക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. നല്ല സ്റ്റീപ്പായ ഇറക്കമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ഷൂവും നല്ലൊരു ട്രെക്കിംഗ് ബോളും നമ്മൾ ഈ ട്രെയിനിൽ, അത് എവിടെ ട്രെയിനിന് പോവുകയാണെങ്കിലും ട്രെക്കിങ്ങിന് പോവുകയാണെങ്കിലും നമ്മൾ കയ്യിൽ കരുതേണ്ട ഒരു സാധനമാണ് കേട്ടോ. അതായത് നമ്മളുടെ സേഫ്റ്റി എക്യുപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ എപ്പോഴും കയ്യിൽ കരുതേണ്ടതാണ്. നമ്മൾ ഓൺ സേഫ്റ്റിയാണ്. അതുകൊണ്ട് വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതിനെ നോക്കി മേടിക്കാനും കൂടി ശ്രദ്ധിക്കാം കേട്ടോ.
ഇറക്കം പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ന് നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് പയ്യെ പയ്യെ ഇറങ്ങാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അത്യാവശ്യം റിസ്ക് എടുത്ത് ഇറങ്ങേണ്ട ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മളും കൂടി ശ്രദ്ധിക്കണം. അതുകൊണ്ട് പയ്യെ പയ്യെ ഇറങ്ങി പോയാൽ മതി. ഈ ഒരു ട്രെയിനിൻ്റെ, അതായത് ഈ ട്രെയിനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗി ആസ്വദിക്കേണ്ട ഒരു സ്ഥലവും ഇനി നമ്മൾ ഇതുപോലുള്ള കാഴ്ചകൾ നമ്മൾ ഇവിടുന്ന് കാണില്ല. കാരണം ഈ KGL ട്രെക്കിൻ്റെ മനോഹാരിത അവസാനിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഗാംഗ്ബാൽ ലേക്കും കൂടി കണ്ടിറങ്ങുമ്പോഴാണ്. ശരിക്കും ആ കുന്നിറങ്ങി വരുമ്പോഴാണ് നമ്മൾ ഈ തടാകത്തിൻ്റെ ഏറ്റവും ഒരു മനോഹാരിത നമ്മൾ കാണുക. ഈ തടാകം ഏകദേശം ഒരു 3570 മീറ്റർ ഹൈറ്റിലാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതുമാത്രമല്ല, പുരാണങ്ങളിലൊക്കെ പരാമർശിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ബ്രാഹ്മിൻസൊക്കെ വന്ന് വളരെ ഭക്തിപൂർവ്വം ആദരിക്കുന്ന ഒരു തടാകം കൂടിയാണ്. പണ്ട് പുരാണങ്ങളിൽ നിന്ന് അത്രയും പഴക്കമുണ്ടെന്നാണ് ഈ തടാകത്തെക്കുറിച്ച് പറയുന്നത്. ഈ തൊട്ട് ബാക്കിൽ കാണുന്ന ഒരു പർവ്വതമുണ്ട്, ഹരമുഖ് പർവ്വതം എന്നാണ് ഈ പർവ്വതത്തെ പറയുന്നത്. അതിൻ്റെ പേരങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട് ഹരമുഖ് തടാകം എന്നും കൂടി പറയുന്നുണ്ട്. ഒരു ഒറ്റ നോട്ടത്തിൽ ഇത് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ആദ്യം തന്നെ നമുക്കിതൊരു കൈലാസ പർവ്വതത്തിൻ്റെ ഒരു ഫീല് തരുന്ന ഒരു മലയും കൂടിയാണ്. ഇതിൻ്റെ തൊട്ട് സൈഡിലൊക്കെ ആയിട്ട് മഞ്ഞൊക്കെ ഉരുകി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ മഞ്ഞുരുകുന്ന വെള്ളമാണ് ഈ തടാകമായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, നല്ല തണുപ്പാണ്, നമുക്ക് ഇറങ്ങാൻ തോന്നില്ല. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു തടാകം കൂടിയുണ്ട്. ആ തടാകത്തിൻ്റെ കരയിലാണ് നമ്മൾ ഇന്നത്തെ ക്യാമ്പ് സൈറ്റ്. ഈ കല്ലൊക്കെ ഇങ്ങനെ ഇളകി കിടക്കുന്ന ട്രെയിലാണെങ്കിലും അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറൊരു ലെവലാട്ടോ. അതുമാത്രമല്ല, നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ആ ലേക്കും കൂടി കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്, നമുക്ക് കുറേ നേരം അത് ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ, കാരണം നമ്മളെ ക്യാമറയിൽ എത്രത്തോളം ആ ബ്യൂട്ടി പകർത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം അത്രയ്ക്കും ഭംഗിയാണ്. ഈ KGL ട്രെയിനിൽ കംപ്ലീറ്റ്ലി ഞങ്ങൾ അത്രയും ആ ഒരു ബ്യൂട്ടി അനുഭവിച്ചിട്ടാണ് വന്നത്. ക്യാമറയിൽ പകർത്താൻ പോലും പറ്റാത്ത ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ടായിരുന്നു നമുക്ക്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയ ഒരു ചെറിയൊരു താഴ്വരയാണിത്. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറയാണ് നമ്മൾ ഗാംഗ്ബാലിലെ ഏറ്റവും വലിയ ലേക്ക് നമ്മൾ കാണുന്നത്. ഈ 2 ലേക്ക് ഉണ്ട് ഇവിടെ, അതിലേറ്റവും വലിയ ലേക്കാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞ് മൂടിയ മലകളൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ് വെള്ളത്തിൽ. ഇവിടെയുള്ള ആളുകൾ ആ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കാണാനൊരു രസമുണ്ട്, പക്ഷെ നമുക്കത് ഇറങ്ങാൻ തോന്നില്ല. കാരണം അത്രയ്ക്ക് തണുപ്പാണ് വെള്ളത്തിന്. ഇങ്ങനെ നോക്കി നിൽക്കാൻ മാത്രമേ നമുക്ക് യോഗമുള്ളൂ എന്നല്ല, ഇറങ്ങാനൊരു പേടി. അതുകൊണ്ടാണ്. ഇവിടെയുള്ള 2 തടാകങ്ങളിൽ ഒന്ന് ഗാംഗ്ബാൽ തടാകത്തിൻ്റെ അടുത്തുള്ള നന്ദകുണ്ട് തടാകം എന്ന് പറഞ്ഞ തടാകമാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പരമശിവന് നന്ദി ലഭിക്കുന്നത് ഈ തടാകത്തിൻ്റെ കരയിൽ നിന്നാണ് പറയുന്നത്. അതായത് ശിലാദുമുനിയുടെ തപസ്സിൽ ആകൃഷ്ണനായ ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിവന് നന്ദി ലഭിക്കുന്നത് ഇവിടെ നിന്നാണെന്ന് പറയുന്നത്. ഇതിൽ ശിവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നതൊക്കെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഈ തടാകത്തിൻ്റെ കരയിലാണ് ഇന്ന് രാത്രി ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇന്നിവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ നാരംഗിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അതുകൊണ്ട് തന്നെ ഇത് ലാസ്റ്റത്തെ ക്യാമ്പ് സൈറ്റും കൂടിയാണ് ഞങ്ങളെ. ഈ ക്യാമ്പിൽ നിന്ന് നാളെ രാവിലെ ഒരു 6:30 ആകുമ്പോൾ എഴുന്നേറ്റ് പോകണമെന്നാണ് പറഞ്ഞത്. അതോടുകൂടി ഈ KGL ട്രക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അതുപോലെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഒരു കടലയും പൂരിയും ആയിരുന്നു രാവിലത്തെ ഫുഡ്. അതുമാത്രമല്ല, ഇന്ന് ലാസ്റ്റ് ക്യാമ്പ് സൈറ്റ് കൂടിയാണ്. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് നാരംഗിലേക്ക് പോയിട്ട് അവിടുന്ന് ശ്രീനഗറിലേക്ക് പോകാനാണ് പ്ലാൻ. അവരുടെ വണ്ടിയൊക്കെ ഉണ്ടാവും താഴെ നാരംഗിൽ. കുറച്ച് ദൂരം, ഏകദേശം ഒരു 17 കിലോമീറ്ററോളം ഇവിടുന്ന് ട്രക്ക് ചെയ്ത് പോകാനുണ്ട് എന്നാണ് പറഞ്ഞത്. രാവിലത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. വെയിലുണ്ടെങ്കിൽ തന്നെ നല്ല തണുപ്പുണ്ട്. മഞ്ഞൊന്നും ഉരുക്കുന്നില്ല. ഇന്നലെയൊക്കെ ആ മഞ്ഞുരുക്കി വരുന്നൊരു കാഴ്ചയായിരുന്നു.
നന്ദകുണ്ട് തടാകത്തു നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണിത്. ഈ നദിക്ക് ഈ കളർ വരാനുള്ള കാരണം ഇവിടെ ശിവന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് എന്നാണ് വിശ്വാസം. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഞങ്ങൾ ഹിമാലയത്തോട് യാത്ര പറയുകയാണ്. അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു 17 കിലോമീറ്ററോളം നടക്കാനുണ്ട് താഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ നടത്താൻ തുടങ്ങി. പക്ഷെ കുതിരക്കാരുടെ ഒരു ചെറിയൊരു ചർച്ച വന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 9 മണിയായി ഇവിടുന്ന് ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ. ഇനി ഇവിടുന്ന് നടന്നു തുടങ്ങണം. ഒരു പുൽമേടിലൂടെയാണ് പോകാനുള്ളത്. മിലിറ്ററി ക്യാമ്പിൽ ഒരു ചെക്കിംഗ് കൂടെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. ഇത്രയും ദിവസത്തെ ട്രെയിൽ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ട്രെയിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പുൽമേടാണ്, അതിന് മുകളിലൂടെ നടന്ന ഒരു ടേബിൾ ടോപ്പ് ഒരു കുന്നിന് താഴേക്കൂടെ ഇങ്ങനെ ചെരുവിലൂടെ നടന്നു പോകാനുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞ പാടെ നമുക്ക് ഒരു മിലിറ്ററിയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, വെരിഫിക്കേഷൻ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം സോനമാർഗിൽ നിന്ന് കയറുമ്പോൾ ഉണ്ടായിരുന്ന അതേ ചെക്ക് പോസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇവർ നമ്മളെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇവിടെ ഡ്രോൺ ക്യാമറ വർക്ക് ചെയ്യില്ല എന്നല്ല, ഡ്രോൺ ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല, ബാൻഡാണ്. അപ്പം എന്തെങ്കിലും കാരണവശാൽ നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിവിടെ മേടിച്ച് വെക്കുമെന്ന് അവരോട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദയവായി ഇനി വരുന്ന ആളുകൾ അത് കൊണ്ടുവരാതിരിക്കാനും കൂടി ശ്രമിക്കാം. പിന്നെ മിലിറ്ററി ക്യാമ്പിൻ്റെ ഏരിയയിലൊക്കെ നമ്മൾ ക്യാമറയോ മറ്റു കാര്യങ്ങളോ നീട്ടരുത്, അത് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. എന്തെങ്കിലും കാരണവശാൽ അവർ ആ വിഷ്വൽസ് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ക്യാമറയും ഫോണും ഒക്കെ അവരെടുത്ത് മേടിച്ച് വെക്കും. മിലിറ്ററി ക്യാമ്പ് കഴിഞ്ഞ ആളെ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ധാരണ ഉണ്ടായിരുന്നു ഇതിപ്പോൾ അടുത്തെത്തി എന്നൊരു ഇതൊന്നാണ്. പക്ഷെ ഇവിടെയൊന്നും മൊബൈലിന് റേഞ്ച് വന്നിട്ടില്ല കേട്ടോ. അതുമാത്രമല്ല പെട്ടെന്ന് ഞങ്ങൾ എത്താനായി എന്നൊരു തോന്നൽ ജനിപ്പിച്ചൊരു സ്ഥലമാണ് ഈ മിലിറ്ററി ക്യാമ്പ് കഴിഞ്ഞ പാടെ നമുക്ക് വന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവിടെ നിന്ന് ഇനി ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങാനുണ്ട്. ആക്ച്വലി നമ്മൾ ഇത്രയും ദിവസം നടന്നതിൽ ഇത്രയും സ്റ്റീപ്പായിട്ടുള്ളൊരു ഇറക്കം ഇറങ്ങുന്നത് ഇന്നായിരിക്കും ചിലപ്പം. ഇത്രയും ദിവസം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വലിയ ഇറക്കമൊന്നുമില്ല എന്ന് പ്രതീക്ഷിച്ച് വന്നൊരു ട്രെയിലാണ്. പക്ഷേ ഈ ട്രെയിലെന്ന് പറഞ്ഞാൽ ചരലല്ല, മണലാണ്. ശ്രദ്ധിച്ച് താഴേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തലയും കുത്തി താഴേക്ക് പോകും. അത്രയ്ക്ക് സ്റ്റീപ്പായ ഒരു ഇറക്കവും. പിന്നെ പോകുന്ന വഴിയിൽ 1-2 വാട്ടർ സോഴ്സ് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ പരമാവധി വാട്ടർ സോഴ്സ് ഉപയോഗപ്പെടുത്തുക. കിട്ടുന്നതിലൊക്കെ വെള്ളം നിറച്ച് ബാഗിൽ നിറച്ച് വെക്കണം, അല്ലെങ്കിൽ നാരങ്ക എത്തുന്നത് വരെ നമുക്ക് പച്ചവെള്ളം കിട്ടില്ല. വലിയൊരു കുന്നാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ആ ഇറക്കത്തിൽ തന്നെ ഫീൽ ചെയ്യും. ഏകദേശം നമ്മൾ നേരത്തെ അസെൻഡിങ്ങിനേക്കാൾ ബുദ്ധിമുട്ടാണ് നമുക്ക് ഡിസെൻഡിങ് എന്ന് പറയുന്നത്. ഇറങ്ങിപ്പോകുക അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതും ഇതുപോലെ ഈ കല്ലൊക്കെ ഇളകി കിടക്കുന്ന സ്ഥലത്തൂടെ ഇറങ്ങുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. ഈ KGL ട്രക്കിൽ വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് തോന്നിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ലാസ്റ്റ് ക്യാമ്പിൽ നിന്ന് ഗാംഗ്ബായിൽ നിന്ന് നാരംഗിലേക്കുള്ളൊരു ദൂരമാണ്. 17 കിലോമീറ്റർ എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു. കുറച്ച് കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ അത്യാവശ്യം നന്നായി ബുദ്ധിമുട്ടിയിരുന്നു ഈ ട്രെയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ട്രെയിനിൽ ഞങ്ങൾ നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് എല്ലാവരോടും ഗൈഡ് പറഞ്ഞ് ഫോൺ എടുക്കാൻ പറഞ്ഞത്. അതൊരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ദിവസം ഫോൺ ഉപയോഗിക്കാതിരുന്നിട്ട് എല്ലാവരും പെട്ടെന്ന് ആ ഫോൺ യൂസ് ചെയ്യുന്നത് കണ്ടപ്പോഴുണ്ടല്ലോ. കാരണം ഈ ഒരു നടത്തത്തിൽ ഇത്രയും ഏരിയയിൽ കുറച്ച് നേരം മാത്രമേ നമുക്കിവിടെ റേഞ്ച് ഉള്ളൂ. എങ്കിലും അത് വീട്ടിലേക്ക് വിളിക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, എല്ലാവരെയും വിളിച്ച് വിശേഷങ്ങൾ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, അതെല്ലാവരുടെ മുഖത്ത് ഇങ്ങനെ നിഴലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കാണാൻ നല്ല രസമായിരുന്നു.
ഈ കാണുന്നതാണ് ഒരു മസ്ജിദാണ്, അവരുടെ ഒരു പള്ളിയാണ്, മുസ്ലിം പള്ളിയാണ്. നിസ്കാരത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു മുസ്ലിം പള്ളിയാണ്. നമ്മളെ പോലെ മിനാരങ്ങളൊന്നും ഇല്ലാത്ത, ആർഭാടങ്ങളില്ലാത്തൊരു പള്ളിയാണ്. അതിന് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു കടയുണ്ട്. നമുക്ക് ഈ റൂട്ടിൽ കിട്ടുന്ന ഏകൊരു ഷോപ്പ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും വാങ്ങി കഴിക്കണമെങ്കിൽ ഇവിടുന്ന് വാങ്ങി കഴിക്കാം. ഇനി നമ്മൾ നാരങ്കിലേക്ക് താഴേക്ക് ഏകദേശം 3 കിലോമീറ്റർ കൂടി താഴേക്ക് കുത്തനെയുള്ള ഇറക്കമാണ്. ആ ഇറക്കം ഇറങ്ങി കഴിഞ്ഞാൽ നാരങ്ങ എന്നൊരു ചെറിയ ടൗണിലേക്കാണ് നമ്മൾ എത്തുന്നത്. നമ്മൾ നാരങ്കിലേക്ക് ഇറങ്ങുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ ചരല് പോലെ ഇങ്ങനെ ഇളകി കിടക്കുന്നൊരു മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്ലിപ്പാവും. അപ്പം അത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഒരു ട്രെയിലായിരുന്നു ഈ ട്രെയിൽ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒരു രസമുണ്ടായിരുന്നു. പക്ഷെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ആ വാട്ടർ ബോട്ടിൽ വെള്ളം എടുക്കാൻ വിട്ടുപോയതുകൊണ്ട് തന്നെ ആരുടെ കയ്യിലും വെള്ളമില്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നായിരുന്നു. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ കട കഴിഞ്ഞതിന് ശേഷം വേറൊരു കടയില്ല, നാരങ്കിൽ മാത്രമേ നമുക്ക് കടയുള്ളൂ. പിന്നെ നമ്മൾ സോനമാർഗിൽ നിന്ന് ട്രെക്ക് ചെയ്ത് തുടങ്ങിയതുപോലെ തന്നെ നാരംഗിൽ നിന്നും ഈ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പലരും ഇങ്ങനെയും ഈ റൂട്ടും കൂടി ചൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് റിസ്ക്കിയാണ്. ഈ ഒരു കയറ്റം കയറി എത്തുക എന്നുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അഞ്ച് ദിവസം മുന്നേ സോനമാർഗ് എന്ന് പറഞ്ഞ ചെറിയ ടൗണിൽ നിന്ന് തുടങ്ങിയ യാത്ര നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഈ നാരംഗ് എന്ന് പറഞ്ഞ ചെറിയ ടൗണിൽ. നാരംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയൊരു ടൗണാണ്. നാട്ടിൻപുറത്തൊക്കെ കാണുന്ന പോലത്തെ ഒരു ചെറിയൊരു സ്കൂളും ഒരു കടകളൊക്കെ ആയിട്ട് ഹോട്ടലൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് പോവാം. നമ്മൾ ഇവിടുന്ന് ശ്രീനഗറിലേക്കാണ് പോകുന്നത്. അപ്പോൾ KGL യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യണേ. അപ്പോൾ ഏറ്റവും നല്ല വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ അടുത്ത യാത്രയിൽ കാണുമ്പോഴേക്കും ബൈ.